ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ ഞാനുള്ളത് ഫെറിയിലാണ്. ഇപ്പം ഡെൻമാർക്കിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സമയം ഏകദേശം ഒരു 3:30-4 മണി ആയിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടി വന്നത്, നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിച്ചിട്ടുണ്ട്, ഗൾഫിൽ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമായിട്ട് ഇവിടെ എനിക്ക് തോന്നിയെന്ന് പറയുമ്പം ഒരു റെസ്പെക്റ്റാണ്. ട്രക്ക് ഡ്രൈവർ എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു റെസ്പെക്റ്റ് ഇവിടെ ഉണ്ട്. നാട്ടിലെന്ന് പറയുമ്പോൾ ഒരു പട്ടിപ്പണിയായിട്ടാണ് കാണുന്നത്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണെങ്കിലും RTO ആണെങ്കിലും എല്ലാവരും നമ്മൾ ആ ഒരു വിലയില്ലാത്ത രീതിയിലാണ്. പക്ഷെ ഇവിടെ ആ ഒരു രീതിയിൽ നിന്ന് മാറി നമുക്കൊരു സ്റ്റാൻഡേർഡായിട്ടുള്ള രീതിയിലേക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ കൂടെ മുന്നേ ഉള്ള ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഇത് ഇതാണ് നമ്മുടെ അനീഷ് ഭായ്. പുള്ളിനെ വിളിക്കുന്നത് കത്തനാരെന്നാണ് അല്ലേ? പിന്നെ നമുക്ക് പഴയ പുള്ളിയുടെ കൂടെ ഉള്ളൊരു പുള്ളി ആശാനുണ്ട്, കണ്ണൻ ചേട്ടൻ. പുള്ളിനോടാണ് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുന്നത്. പുള്ളിനെ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ കണ്ണൻ ചേട്ടൻ നമ്മൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. എല്ലാ കാര്യങ്ങളും ഇതുവരെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എല്ലാം പറഞ്ഞ് അപ്പം ക്ലിയർ ചെയ്ത് തരുന്ന പുള്ളിയാണ്. ആലപ്പുഴയിലാണ് വീട്. മാവേലിക്കര അല്ലേ? മാവേലിക്കര ചുണക്കര. അപ്പോൾ നേരത്തെ കാണിച്ച പുള്ളിയാണ് അനീഷ്. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യം എന്തുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് എല്ലാം ക്ലിയർ ചെയ്ത് അപ്പം തരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്നിച്ചുണ്ടായിരുന്നു. സ്വീഡനിൽ നിന്ന് ഞങ്ങൾക്ക് 45ഉം അവർക്ക് 24 അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾക്ക് ഒരേപോലെ തന്നെ ഇവിടെ നോർവേയിൽ നിന്ന് മീൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് സ്പെയിനിലേക്ക് പോകേണ്ടത്. അവർക്ക് ജർമ്മനി വരെ ഉണ്ട്. അപ്പോൾ ഒന്നിച്ച് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതാണ് കാഴ്ചകൾ. അപ്പോൾ ഞാൻ കണ്ണൻ ചേട്ടനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ എന്ത് ഡൗട്ട് ചോദിച്ചാലും ഏത് സമയത്തും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ക്ലിയർ ചെയ്ത് തരുന്ന കുറച്ച് പേരുടെ കൂട്ടത്തിലുള്ള കണ്ണൻ ചേട്ടനുണ്ട്. പിന്നെ റാഷി, അങ്ങനെ കുറച്ച് പേരുണ്ട്. അവരൊക്കെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. ഏകദേശം ഒരു 1-2 വർഷമായി അവർ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ കമ്പനിയിൽ, ഞാൻ നിൽക്കുന്ന കമ്പനിയിൽ. അപ്പോൾ അവരോട് ചോദിച്ചിട്ടൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ലൈഫുമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം എല്ലാവരും കൂടെ ഉണ്ടാവണം കേട്ടോ.